വനംവകുപ്പ് പിടികൂടിയ കടുവ ചത്തു. ആദ്യം മയക്കുവെടി വെച്ചു, രണ്ടാമത് പ്രാണരക്ഷാർത്ഥം വനംവകുപ്പ് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജെയിനസ്, നമുക്കിതപ്പോൾ കടുവയുടെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. കടുവ ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയിരുന്നു, ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് കടുവയ്ക്ക് നേരെ വെടിയുതിർത്തത്. ജെയിനസ് രാജു ഉണ്ട്. ജെയിൻ, അപ്പോൾ ഈ മയക്കുവെടി ഓവർഡോസ് ആയതിന്റെ പേരിലല്ല, യഥാർത്ഥത്തിൽ അല്ലാതെ പ്രാണരക്ഷാർത്ഥം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ വെടിവെച്ചതിനെ തുടർന്നാണ് കടുവ മരിച്ചത്, ചത്തത് എന്നുള്ളതല്ലേ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് 2 തവണയാണ് മയക്കുവെടി വെക്കാൻ ശ്രമിച്ചത്. ആദ്യ തവണ മയക്കുവെടി വെച്ചിട്ട് കൊണ്ടില്ല, രണ്ടാമത്തെ ശ്രമം വിജയകരമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയുടെ സമീപത്തേക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷെ ആ സമയത്ത് തന്നെ കടുവ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്നത്. ഇതിനെ തുടർന്ന് സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫയർ ചെയ്യേണ്ടി വന്നു, വെടിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ഇതിനെ തുടർന്നാണ് കടുവ ചത്തിരിക്കുന്നത്. മയക്കുവെടി അല്ലെങ്കിൽ മയക്കാൻ നൽകിയ മരുന്നിന്റെ ഡോസേജ് കൊണ്ടുള്ള ഒരു മരണമല്ല, പകരം വെടിയേറ്റ് തന്നെയാണ് ഈ കടുവ ചത്തിരിക്കുന്നത്. കടുവയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കടുവ തീരെ അവശനായിരുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്നത്. പ്രായം ഏറെയുള്ള ഒരു കടുവയാണ്, അതിന്റെ പല്ല് പോയിരുന്നു. അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം. ഇനിയിപ്പോൾ NTCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള നടപടികളുണ്ട്. ഇന്ന് ദൗത്യത്തിൽ പങ്കെടുത്ത ഡോക്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും മറ്റു ഡോക്ടർമാരെ എത്തിച്ചു വേണം ഇതിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ. അതോടൊപ്പം തന്നെ NTCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അതിൽ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടത്. എന്തായാലും ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇറങ്ങി ഭീതി വിതച്ചിരുന്ന കടുവയാണ് ചത്തത്. അത് സംബന്ധിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആളുകൾ എത്രയും പെട്ടെന്ന് ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. വനം വകുപ്പിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഗ്രാമ്പിയിൽ ആളുകൾ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമീപത്തെത്തുകയും ഉൾപ്പെടെയുള്ള ആളുകളോട് പോകരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലാണ് വനംവകുപ്പ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. പരമാവധി ജീവനോടെ പിടിച്ച് ഇതിന് ചികിത്സ നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു വനംവകുപ്പ് നടത്തിയത്. പക്ഷേ അവിചാരിതമായി ഇതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മയക്കുവെടി വെക്കുന്നതിനിടെ കടുവ ഈ സംഘാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഈ സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ വിശദീകരണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 തവണയാണ് ഈ ആക്രമണത്തിന് കടുവ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ മനു എന്ന് പറയുന്ന ജീവനക്കാരനെ നേരെ പഞ്ഞെടുക്കുകയായിരുന്നു. അയാളുടെ ഷീൽഡ് ഉണ്ടായിരുന്നു. ആ ഷീൽഡിലാണ് ആദ്യം കടുവ തല്ലിയത്. അതിനുശേഷം തലയ്ക്ക് നേരെ ആക്രമണം നടത്തി. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ്, മനു എന്ന ജീവനക്കാരന്റെ ഹെൽമെറ്റ് തെറിച്ചുപോയി. അതിനുശേഷം വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിയുതിർത്തത് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ഈ വനംവകുപ്പ് ജീവനക്കാരന്, മനു എന്ന ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. ഈ മനുവിന്റെ പരിക്ക് സാരമുള്ളതാണോ? മനുവിന് ഇപ്പോ ഈ പരിക്ക് ചികിത്സയൊക്കെ നടത്തുന്നുണ്ടോ? എന്താണ് മനുവിന്റെ അവസ്ഥ? മനുവിന്റെ പരിക്ക് സാരമുള്ളതല്ല, പുറമേ ഇഞ്ചുറി ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. നേരിട്ടൊരു ആക്രമണം ഉണ്ടായിരുന്നില്ല, ഏൽക്കേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഷീൽഡും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയുടെ നേരിട്ടുള്ള ഒരു ആക്രമണം മനുവിനെ ഏൽക്കേണ്ടി വന്നില്ല. പക്ഷെ തലയ്ക്കടിക്കുമ്പോഴല്ലെങ്കിൽ പോലും കടുവയുടെ അടി വളരെ ശക്തിയേറിയ അടിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മനുവിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ചെറിയ വേദനയും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. അതിനെ തുടർന്നാണ് ചികിത്സ തേടിയത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ആളുകളെ സംബന്ധിച്ച്, അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അവരുടെ ജീവനും കുടുംബത്തിനുമൊക്കെ വലിയ ഭീതിയായ കടുവ ഇപ്പോൾ ചത്തിരിക്കുന്നു. ഇന്നത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ഒരു തവണ മയക്കുവെടി വെച്ചു, പക്ഷെ അത് കൊണ്ടില്ല. രണ്ടാമത്തെ തവണ മയക്കുവെടി വെച്ചു. ആ സമയത്ത് ഈ കടുവ മയങ്ങി എന്ന് വിചാരിച്ചാണ് ഈ ദൗത്യത്തിലുണ്ടായിരുന്ന ഈ സംഘാംഗങ്ങൾ കടുവയ്ക്ക് നേരെ നടന്നെടുത്തത്. ആ സമയത്താണ് ഈ വനംവകുപ്പ് ജീവനക്കാരനായ മനുവിന് നേരെ കടുവ
ആക്രമണം നടത്തിയത്. 3 തവണയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് സ്വയം രക്ഷയ്ക്ക് പ്രാണരക്ഷാർത്ഥം കടുവയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കടുവ ഇപ്പം ചത്തിരിക്കുകയാണ്. കുറേ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത വെറ്റിനറി ഡോക്ടർമാർക്ക് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും ഡോക്ടർമാർ അവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വയരക്ഷാർത്ഥമാണെങ്കിൽ പോലും കടുവയെ വെടിവെക്കാൻ ഇടയായ ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് വനം വകുപ്പിൽ വിശദമായ പരിശോധന അന്വേഷണം ഒക്കെ നടക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് ഇതല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ലേ, മയക്കുവെടി വെച്ച ശേഷം എന്തുകൊണ്ടാണ് പിന്നീട് കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. നമ്മൾ ഉടൻ തന്നെ DFOയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും.